ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. വേറെ ആക്സിഡൻ്റ് ആയിട്ട് വന്നാണ്. അപ്പോൾ ആക്സിഡൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറ്റിയിരുന്നു. അപ്പോൾ കസ്റ്റമർ അതിൻ്റെ മാറ്റേണ്ട പാർട്സൊക്കെ സെക്കൻഡ് ഹാൻഡ് പാർട്സാണ് മേടിച്ചു തന്നിരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറ്റിയിരുന്നു. അപ്പോൾ പാർട്സ് മേടിച്ചത് നമുക്ക് ഒന്ന് ഫോർക്ക് അസംബ്ലി. ഈ ഫോർക്ക് അസംബ്ലി ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് മഡ്ഗാർഡ്, പിന്നെ അതുപോലെ രണ്ട് സൈഡ് ബോഡി കവറ്, ഹാൻഡിൽ കവറ്, ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ ഭാഗം, അതൊക്കെയാണ് കസ്റ്റമർ മേടിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വണ്ടിക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. അത് അയച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് കേബിളൊക്കെ ഉണ്ടാവും. അത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ എടുത്തത്. ഇതാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. ഈ ഫ്രണ്ടിലെ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറണം. അതുപോലെ ഈ വീലാക്സിൽ ഫുള്ളായിട്ട് തുരുമ്പെടുത്തിട്ട് ഇതൊക്കെ നമ്മൾ ചുറ്റി കൊണ്ട് തല്ലിയിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ വീലാക്സിലും മാറണം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ വീൽ ബെയറിങ് കംപ്ലൈൻ്റാണ്. വീൽ ബെയറിങ് മാറ്റിയില്ലെങ്കിൽ നല്ല ഷേക്കായിരിക്കും വീല്. അപ്പോൾ വീൽ ബെയറിങ് നമുക്കത് മാറ്റണം. പിന്നെ ലിങ്ക് പുഷ കൊടുത്ത പഴയ ഒരു ഫോർക്ക് അസംബ്ലിയിൽ അതിൻ്റെ ഷോക്കപ്പും ലിങ്ക് പുഷൊക്കെ ഉണ്ട്. അതിനൊക്കെ ചെറിയൊരു പ്ലേ ഉള്ളൂ. അത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിലെ രണ്ട് ബ്രേക്കിൻ്റെ കേബിളും വീൽ ബെയറിങ്ങും നമുക്ക് മാറ്റണം. എന്നാലാണ് ബ്രേക്ക് ക്ലിയർ ഉള്ളൂ. അതുപോലെ ഫ്രണ്ടിലെ ബ്രേക്സും, പിന്നെ അതുപോലെ തന്നെ ആ ബാക്കിലെ ബ്രേക്ക് കണ്ടോ ഫുള്ളായിട്ട് ഔട്ടർ കഴിഞ്ഞിരിക്കുകയാണ് ബ്രേക്കിൻ്റെ കേബിള്. അപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുക. അപ്പോൾ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും ബ്രേക്സും മാറ്റണം. എന്നാലാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അയച്ചപ്പോൾ കണ്ടൊരു കമ്പനിയാണ് ആക്സിലേറ്ററിൻ്റെ കേബിൾ. ആക്സിലേറ്റർ ഇതാണ് അതിൻ്റെ കേബിള്. അത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ ടൈറ്റാണ്. ഏത് സമയത്തും പൊട്ടാവുന്ന രീതിയിലുള്ള ഒരു ടൈറ്റാണ് ആക്സിഡൻ്റ് കേബിൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര അയച്ച സ്ഥിതിക്ക് കൈയോടെ നമുക്ക് ആക്സിഡൻ്റിൻ്റെ കേബിളും കൂടി മാറ്റി പോകുന്നതായിരിക്കും നല്ലത്. നല്ല ടൈറ്റാണ്, ഏത് സമയത്തും പൊട്ടിപ്പോവാം. അപ്പോൾ ഈ ഒരേ ലേബറിൽ തന്നെ ഈ ആക്സിഡൻ്റ് കേബിൾ നമുക്ക് മാറ്റിയിട്ട് പോകാം. അപ്പോൾ അത്യാവശ്യം എൻ്റെ ബ്രേക്കിൻ്റെ ഒക്കെ റെഡിയാക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. അത് 2-3 ബ്രേക്കിൻ്റെ കേബിള്, 2 ബ്രേക്ക് ഷൂ, എൻ്റെ ആക്സിഡൻ്റ് കേബിള്, അതുപോലെ ബ്രേക്കിൻ്റെ ലിവറ്, വീൽ ബെയറിങ്, ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. എന്നാലാണ് ഇപ്പോൾ ചെയ്ത വർക്ക് ക്ലിയർ ആയിട്ട് പോകുള്ളൂ. പിന്നെ അതും കൂടാതെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ടയറിൻ്റെ അവസ്ഥയാണിത്. ഫ്രണ്ടിൽ ടയറുണ്ട് ഫുള്ളായിട്ട് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഈ സമയത്ത് പഞ്ചറാവാന്നുള്ള ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ റിമ്മിൻ്റെ ഭാഗമൊക്കെ തിരുമ്പെടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ അതൊന്നും ചെയ്യണമെന്നില്ല. ഇത്രയും പറഞ്ഞ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി. എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് പാർട്സ് കൊടുക്കുന്നത് ഫോർക്ക് അസംബ്ലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് കാണുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാലോട്ടോ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോൾ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.